നിങ്ങൾക്ക് എല്ലാവർക്കും മിസ്സസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. വളരെ സിമ്പിൾ റെസിപ്പിയായ ഈത്തപ്പഴം പൊരിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ചും കൂടി വ്യത്യസ്തമായി ഒരു ഫില്ലിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഈത്തപ്പഴം ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി വയ്ക്കണം. ഞാനിവിടെ ഏകദേശം 3/4 കപ്പോളം വെള്ളം എടുത്ത് ഒന്ന് കലക്കി വയ്ക്കുന്നുണ്ട്. ഞാൻ അല്പം ലൂസാക്കിയിട്ടാണ് ഈ മാവ് കലക്കുന്നത്. വേറെ സോഡാപ്പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ എളുപ്പത്തിൽ ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ തരിയൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഈ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. നമ്മളിതിൻ്റെ ഫില്ലിംഗ് റെഡി ആകുന്നത് വരെ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്തോട്ടെ. ഇനി ഒരു ഫ്രൈ പാനിൽ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 5 കശുവണ്ടിപ്പരിപ്പ് നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. ഇതും ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിനകത്തേക്ക് അല്പം ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നും കൂടി വഴറ്റിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനകത്തേക്ക് വേറെ പഞ്ചസാര ചേർക്കുന്നില്ല. ഈത്തപ്പഴത്തിന് നല്ല മധുരം കാരണം പഞ്ചസാര ചേർത്തിട്ടുണ്ടെങ്കിൽ മധുരം കുറച്ച് കൂടിപ്പോകും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ വയ്ക്കാൻ പറ്റിയ ഒരു ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറുമ്പോൾ ഒരു ഈത്തപ്പഴം എടുത്ത് അതിൻ്റെ കുരു കളഞ്ഞ് ഇതിൽ അല്പം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈത്തപ്പഴം ഒന്ന് അമർത്തി വെച്ചാൽ മതി. ഈത്തപ്പഴം ഒട്ടിയിരുന്നോളും. അപ്പോൾ ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്താൽ ഈ ഫ്രൈക്ക് പ്രത്യേക സ്വാദാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട്. അതിനേലും സ്വാദാണ് ഈ ഒരു ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ഈത്തപ്പഴം ഈ ഒരു ഫില്ലിംഗ് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി ഈത്തപ്പഴം തേങ്ങ ചിരണ്ടിയത് മാത്രം എടുത്ത് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയതെടുത്ത് ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് തേങ്ങയൊന്നും നമുക്ക് ആവശ്യമില്ല, കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെല്ലാം മൈദ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓരോന്നും സ്പൂണിൽ കോരി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ ബാറ്ററിൻ്റെ തിക്നെസ് വേണമെങ്കിൽ അല്പം കൂടി കൂട്ടി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇട്ടിട്ട് പുറവും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിൾ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.